കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിപ്പിച്ച ഒരു രാജാവിനോട് സദൃശ്യം എന്ന് പറയുന്നു. അപ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് നാം പറയുമ്പോൾ പലവിധമായ ഉപമകളാണ് സ്വർഗരാജ്യത്തിനെ കുറിച്ച് കർത്താവ് തൻ്റെ മക്കൾക്ക് വിവരിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവിടെ പറയുകയാണ്, തൻ്റെ മകന് കല്യാണം കഴിപ്പിക്കാനിരുന്ന ഒരു രാജാവിന് സദൃശ്യം എന്നൊരു രാജാവിനോട് ഒപ്പിട്ട് പറയാണ് സ്വർഗരാജ്യം. പ്രിയ ദൈവമക്കൾ, തൻ്റെ മകന് കല്യാണം നിശ്ചയിച്ചിട്ട് ഈ രാജാവ് രാജ്യത്തിലെ പലരെയും വിളിച്ച് പലരോടും അറിയിച്ചു ഇന്ന ദിവസം കല്യാണം വരണമെന്ന്. പക്ഷേ ആ കല്യാണ ദിവസത്ത് സദ്യയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ക്ഷണിക്കപ്പെട്ടവരാരെയും ആ വിരുന്നിൽ കാണുവാനില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ രാജാവ് ആളയച്ചിട്ട് തെരുവീതികളിലിരിക്കുന്ന ഭിക്ഷക്കാരെയും പാവപ്പെട്ടവരെയും ഒന്നുമില്ലാത്തവരെയും എല്ലാവരെയും വേശ്യകളെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞു ആ സദ്യയിൽ അവർ ഇരുത്തി കഴിപ്പിച്ചു വിട്ടു. പ്രിയ ദൈവമക്കളെ, സ്വർഗരാജ്യം ഇങ്ങനെയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്നും ദൈവരാജ്യത്തിൽ ഇന്നത് ചെയ്താലേ പോകാൻ പറ്റും, ഇന്നത് ചെയ്താൽ പോകാൻ പറ്റത്തില്ലെന്നും പല കാര്യങ്ങളും ദൈവം തൻ്റെ മക്കൾ കൂടെയും വചനങ്ങൾ കൂടെയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടെന്നും കേട്ടില്ലെന്നും വയ്ക്കുന്നവരും കണ്ടില്ലെന്നും വയ്ക്കുന്നവരും അങ്ങനെ ആയിരിക്കുമ്പോൾ അവർ കർത്താവിൻ്റെ വരവിലുള്ള കാഹളധ്വനി കേൾക്കാതെ പോകും. പക്ഷെ നാം പാപികളെന്നും പാവപ്പെട്ടവരെന്നും ഒന്നുമില്ലാത്തവരെന്നും ഒതുക്കി വെച്ചിരിക്കുന്നവർ അവരുടെ തൻ്റെ കഷ്ടതയിലിരുന്ന് കർത്താവെ നോക്കി നിലവിളിച്ച് കർത്താവിനോട് കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ കാഹളധ്വനി അവർക്ക് കേൾക്കും, അവർ എടുത്തുകൊള്ളപ്പെടും. പ്രിയ ദൈവമക്കളെ, ആയതുകൊണ്ട് ഈ ദിവസത്തിൽ കർത്താവിൻ്റെ വരവ് എപ്പം ആണ് എന്ന് നമുക്ക് തിരിച്ചറിവാൻ സാധിക്കാത്തത് കൊണ്ട് നാം എപ്പോഴും കർത്താവ് വിളിക്കുമ്പോൾ പോകുവാൻ കണക്കായി നാം ഒരുങ്ങി കാത്തിരിക്കേണ്ടത് നമ്മൾ അത്യാവശ്യമായിരിക്കുന്നു. അങ്ങനെ ഈ ലോക ജീവിതങ്ങൾ നാം ക്രമപ്പെടുത്തി കർത്താവിന് വേണ്ടി കാത്തിരിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവ് അനുഗ്രഹമായ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ട് ഞങ്ങളുടെ മക്കൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, സ്വർഗരാജ്യത്തിൽ വരണമെന്ന ആഗ്രഹമുണ്ടായിട്ടും കർത്താവെ അതിന് എതിരായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒவ்வொரு ആത്മാക്കളുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹാലസ്തോത്രം, അവർ കർത്താവ് ഉദാസീനതായിരിക്കാതെ തങ്ങളെത്താനം ഒരുക്കി കർത്താവ് തങ്ങളുടെ കൂടെ ഇരിക്കുന്നവരെ ഒരുക്കി അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവോളം കരം പിടിച്ച് വഴി നടത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.